ഭഗ്ധീര എന്ന കന്നഡ സിനിമയുടെ പ്രൊലോഗിൽ നായകൻ കുട്ടിക്കാലത്ത് സൂപ്പർമാൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അവൻ പഠിക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നുണ്ട്. സൂപ്പർമാൻ്റെ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്ന കാരണം പറക്കാൻ പറ്റുമെന്ന് കരുതിയ ചാടി, പക്ഷേ അവൻ താഴെ വീണ് കാലൊടിഞ്ഞ് ആശുപത്രിയിലായി. അവൻ വായിക്കുന്ന കോമിക് ബുക്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അവൻ അങ്ങനെ ചാടിയത്. അമ്മയോട് അവൻ പറയുന്നുണ്ട്, അമ്മേ ഈ സൂപ്പർ ഹീറോസിനൊക്കെ എന്ത് ധൈര്യമാണ് അമ്മേ, എത്ര ശക്തന്മാരായ വില്ലന്മാർ വന്നാലും അവരെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, അവർക്ക് ധൈര്യത്തിൻ്റെ ആവശ്യമില്ല മോനെ, അവർക്ക് സൂപ്പർ പവേഴ്സ് ഉണ്ട്. അവർക്ക് ആകാശത്തൂടെ പറക്കാൻ പറ്റും, ഫയറിലൂടെ നടക്കാൻ പറ്റും, വെള്ളത്തിൻ്റെ അടിത്തട്ടിൽ നീന്താൻ പറ്റും. അപ്പം പറഞ്ഞു, അമ്മ എനിക്കെന്താ സൂപ്പർ പവേഴ്സ് ഇല്ലാത്ത? സൂപ്പർ പവേഴ്സ് ഉള്ള സൂപ്പർ ഹീറോസിനെ നമ്മൾ കോമിക് ബുക്സിലും സിനിമയിലും മാത്രമേ കാണൂ, റിയൽ ലൈഫിൽ കാണില്ല. അപ്പോൾ ഈ ലോകത്ത് സൂപ്പർ ഹീറോസ് ഉണ്ടാവില്ലേ? ഇല്ല മോനെ, സൂപ്പർ ഹീറോസ് ഈ ലോകത്ത് ഒരുപാടുണ്ട്, പക്ഷെ അവർക്കാർക്കും സൂപ്പർ പവേഴ്സ് ഇല്ല. സൂപ്പർ പവർ ഇല്ലാത്ത സൂപ്പർ ഹീറോയോ? അവരാരാമേ? അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ഈ ഭൂമിയിലുണ്ട് മോനെ. അവർക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന എല്ലാവരും സൂപ്പർ ഹീറോസാണ്. നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരും ആൾക്കാരുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടേഴ്സും ഒക്കെ സൂപ്പർ പവർ ഇല്ലാത്ത സൂപ്പർ ഹീറോസാണ്. ഇത് ഗോസ്പലിൽ നമ്മൾ കാണുന്നത് സൂപ്പർ പവേഴ്സ് ഇല്ലാത്ത സൂപ്പർ ഹീറോസിനാണ്. ഈശോനെ പ്രതി മരിക്കാനും പീഡനങ്ങൾ സഹിക്കാനും തയ്യാറായിട്ടുള്ള ആൾക്കാരെക്കുറിച്ച് ഈശോ പറയാം. ഈശോനെ പ്രസംഗിക്കുന്ന ആൾക്കാർ അവർ സൂപ്പർ ഹീറോസാണ്. നമ്മൾ ലോകമെങ്ങും നടക്കുന്ന പീഡനങ്ങളെ, ക്രൈസ്തവ പീഡനങ്ങളെ എടുത്ത് നോക്കിയേ. ആരാ കൊല്ലപ്പെടുന്നത്? കൊല്ലപ്പെടുന്നത് സാധാരണ മനുഷ്യരാണ്, സാധാരണ വിശ്വാസമുള്ള ആൾക്കാരാണ്. പക്ഷെ എത്ര ധീരമാണ് അവരുടെ സ്റ്റാൻഡ്. അവർ യഥാർത്ഥത്തിൽ സൂപ്പർ പവർ ഇല്ലാത്ത സൂപ്പർ ഹീറോസ് അല്ലേ?